ഇന്ന് ക്ലാസ്സില്ലാത്തതുകൊണ്ട് എണ്ണിക്കാൻ കുറച്ചധികം ലേറ്റ് ആയിപ്പോയി. അപ്പൊ പിന്നെ നേരെ പോയി നമുക്ക് വെച്ച് ചോറിന് എനിക്ക് ഇഷ്ടപ്പെട്ട കറിയായിരുന്നു. സാമ്പാറും തോരനും അച്ചാറും. എന്ന് എനിക്ക് ഈ കറി ഇവിടെ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ചോറിൻ്റെ കൂടെ എനിക്ക് ചായയും കട്ടൻ ചായയും ഒക്കെ കുടിക്കാൻ നല്ല ഇഷ്ടമാണ്. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല, എന്നാലും ഒന്ന് ട്രൈ നോക്ക്. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ലേ? കഴിച്ചിട്ടൊന്ന് നേരെ അസൈൻമെന്റ് എഴുതാത്. കുറച്ചധികം അസൈൻമെന്റ് ഒക്കെ എഴുതി തീർക്കാനാണ്. അങ്ങനെ കുറെ അസൈൻമെന്റ് ഒക്കെ എഴുതി. അപ്പുറം ഇപ്പുറം ഒന്നും ശ്രദ്ധിക്കാതെയാണ് എല്ലാവരും അസൈൻമെന്റ് എഴുതിയത്. അസൈൻമെന്റ് എഴുതി കഴിഞ്ഞാൽ ഇനി എന്താ പരിപാടി? അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എഴുതിക്കുന്നവർ എഴുതി കഴിഞ്ഞോ എന്ന് നോക്കണം. അതാണല്ലോ അതിന്റെ ഒരു ഇത്. ആര്യ അസൈൻമെന്റ് എല്ലാം എഴുതി കഴിഞ്ഞു. ആര്യ എല്ലാ ഹെഡിങ്ങിനും അണ്ടർലൈൻ ചെയ്തോണ്ടിരിക്കുക. അഞ്ജന അടുത്ത് പോയി നോക്കിയപ്പോഴാണെങ്കിലും അവളെന്തോ വലിയ പണിയില്ല, എന്തോന്നൊന്നും മനസ്സിലായില്ല. എന്നിട്ട് അവളത് കാര്യം ചോദിച്ചപ്പോഴോ നിന്റെ പുറത്തൊട്ടിച്ചിട്ട് എഴുതാം. എനിക്ക് വേറെ എഴുതാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്നും കൊള്ളത്തില്ല, എനിക്ക് ഇഷ്ടമല്ല. ഗൈസ് അസൈൻമെന്റ് സ്പെല്ലിങ് എന്നെ എഴുതി വെച്ചു. അത് വെട്ടിയിട്ട് വേറൊരു പേപ്പർ എഴുതാൻ മടിച്ച് പേപ്പർ കട്ട് ചെയ്ത് അതിന്റെ മണ്ടയിൽ എഴുതാൻ പോവുകയാണ് കുട്ടി. ഗൈസ് അസൈൻമെന്റ് എഴുതി എല്ലാത്തിനും കിളി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരെണ്ണം അസൈൻമെന്റ് തെറ്റിച്ച്, അടുത്തതാണെങ്കിലോ കൺക്ലൂഷൻ തെറ്റിച്ച്. നല്ല കിടിലമായിട്ട് കൺക്ലൂഷൻ എന്നൊക്കെ എഴുതി കൺക്ലൂഷൻ എഴുതി വന്ന് എഴുതി ഐക്കൊരു കുത്തിടാൻ പോയപ്പോഴത്തേക്കും കുട്ടി താഴെയുള്ള ഓ ഇടാൻ മറന്നുപോയി. വലിയ കുഴപ്പം കാണത്തില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് കുട്ടിക്ക്. എങ്ങാനും കുഴപ്പം വരുമെന്ന് വെച്ചിട്ട് പറയാം. അസൈൻമെന്റ് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും ചായക്കുള്ള ബെല്ലടിച്ചു. ഇനി എന്നാ പോയി ചായ കുടിക്കട്ടെ. അപ്പൊ ഓക്കെ, ബൈ.